നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ക്ലാസ്സുകളില്ലായിരുന്നു. ഒരു പനി പിടിച്ച് സൗണ്ടൊക്കെ പോയിരുന്നതുകൊണ്ടാണ് ക്ലാസ്സിൽ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മാൽവെയേഴ്സിനെ പറ്റിയും സ്പൈവേഴ്സിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ മാൽവെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാൽവെയർ എന്ന് പറഞ്ഞാൽ? മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അതായത് മലീഷ്യസ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെയാണ് എന്ത് പറയുന്നത്? മലീഷ്യസ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യുന്നത്, എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ സ്ക്രീൻ സെർവേഴ്സ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന അത് സെർച്ച് ചെയ്ത് പല ലിങ്കുകളിലും ക്ലിക്ക് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്തോ ഒക്കെ എന്താണ്, അതിൽ നിന്നും പല പ്രോഗ്രാംസ് നമ്മൾ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കും. അങ്ങനെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെ അഫക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിനെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹാം ചെയ്യും. അങ്ങനെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് മാൽവെയർസ് അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാൽവെയർസിന് എക്സാമ്പിളാണ് നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ്. എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും വൈറസ് അഫക്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ വൈറസ്, അതുപോലെ തന്നെ ട്രോജൻ ഹേഴ്സ്, അതുപോലെ വേം, സ്പൈവെയർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള മാൽവെയർസ് അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ആണ്. എന്നൊക്കെ ഇത് പല തരത്തിലുള്ള മാൽവെയർസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ എന്താണ്? വൈറസ്. വൈറസിൻ്റെ ഫുൾ ഫോം പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നതാണ് വൈറസിൻ്റെ ഫുൾ ഫോം. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. ഇപ്പോൾ ഈ വൈറസ് എന്ന് പറയുന്ന ടൈം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രെഡ് കോഹൻ ആണ് വൈറസ് എന്ന് പറയുന്ന ടൈം ഡിഫൈൻ ചെയ്തത്. എന്നാണ്? 1983. അപ്പോൾ ഈ വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ദാറ്റ് ക്യാൻ ഡാമേജ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെ ഡാമേജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് വൈറസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഡാമേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സിസ്റ്റത്തിലുള്ള ചില ഫയൽസിനെയൊക്കെ ഇത് ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിലുള്ള കണ്ടന്റിനെയൊക്കെ ആൾട്ടർ ചെയ്യുക എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തെ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം പലതരത്തിലുള്ള കമ്പ്യൂട്ടർ വൈറസുകളുണ്ട്. വൈറസിന് എക്സാമ്പിൾ ടെക്സാസ്, ഗപ്പി, ഐ ലവ് യു, ബ്ലാസ്റ്റർ, സ്ലാമർ, കോഡ് റെഡ് എന്ന് പറയുന്ന പലതരത്തിലുള്ള വൈറസുകളുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് വൈറസുകളുടെ പേരാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറസുകളുടെ പേരുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് എക്സാമിനും പലതവണ ചോദിച്ചിട്ടുണ്ട്, എന്താ വൈറസിൻ്റെ കൂട്ടത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ കുറേ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ വൈറസ് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഐ ലവ് യു, ഗപ്പിയൊക്കെ പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട വൈറസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെക്സാസ്, ഗപ്പി, ഐ ലവ് യു, ബ്ലാസ്റ്റർ, സ്ലാമർ, കോഡ് റെഡ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ വൈറസ് എന്താണെന്നറിയാലോ? വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. നമ്മുടെ കമ്പ്യൂട്ടറിനെ ഡാമേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെയൊക്കെ ഡാമേജ് ചെയ്യിക്കുന്ന, ഓപ്പറേഷൻ നല്ല രീതിയിൽ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാതെ ആക്കുന്ന തരത്തിലുള്ള, ഇപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പനി പിടിക്കുക, നമുക്ക് എന്നും ചെയ്യുന്ന പോലെ നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ക്ഷീണം ഉണ്ടാകും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ തടയുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണ് ഇതെന്ന് പറയുന്നത് വൈറസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? റൺ സ്ലോവർ ദാൻ യൂഷ്വൽ. സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പീഡിൽ അത് വർക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ സ്റ്റോപ്പ് റെസ്പോണ്ടിങ്. ഏതെങ്കിലും നമ്മൾ ഫയൽസൊക്കെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതൊന്നും ഓപ്പൺ ആവത്തില്ല. റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ആപ്ലിക്കേഷൻ ഡു നോട്ട് വർക്ക് പ്രോപ്പർലി. എല്ലാ ആപ്ലിക്കേഷൻസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. ഷോ അൺയൂഷ്വൽ എറർ മെസ്സേജ്. സാധാരണ കാണിക്കുന്ന രീതിയിലല്ലാതെയുള്ള എറർ മെസ്സേജസ് ഒക്കെ കാണിച്ചാൽ നമുക്ക് മനസ്സിലാകാം നമ്മുടെ സിസ്റ്റം എന്താണ് വൈറസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ഏതാണ്? ക്രീപ്പർ ആണ്. അപ്പോൾ PSCയുടെ ആൻസർ പ്രകാരം ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ക്രീപ്പർ ആണ്. ആർപാനെറ്റിനെ അഫക്റ്റ് ചെയ്ത ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ആണ് ക്രീപ്പർ എന്ന് പറയുന്നത്. പക്ഷേ PSCയുടെ ആൻസർ പ്രകാരം ഏതാണ്? ബ്രെയിൻ ആണ് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. എന്നൊക്കെ അടുത്തത്
ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ എൽ ക്ലോണർ ആണ് ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ്. നമ്മുടെ ഫസ്റ്റ് വൈറസ് അഫക്റ്റഡ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആപ്പിളാണ്. ഇപ്പോൾ വൈറസ് അഫക്റ്റ് ചെയ്ത ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് മൊബൈൽ ഫോൺ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കബീറാണ്. ഇനി വിക്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രോഗ്രാമേഴ്സ് റൈറ്റിംഗ് വൈറസ് പ്രോഗ്രാം, അതായത് ഈ വൈറസ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈറസ് പ്രോഗ്രാംസ് ഒക്കെ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സിനെയാണ് എന്ത് പറയുന്നത്? വിക്സർ എന്ന്. പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ റൈറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാമേഴ്സിന്. പ്രോഗ്രാം റൈറ്റ് ചെയ്യണമെങ്കിൽ എന്തറിയണം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറസ് പ്രോഗ്രാംസ്, അതായത് കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസിനെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? വിക്സർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, വേം. എന്താണ് വേം? വേം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു വൈറസ് ആണ് ഏതെന്ന് പറയുന്നത്? വേം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകാമെന്ന്? വേം ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ്സെൽഫ് ടു 100 or thousands ഓഫ് ഇറ്റ്സ് കോപ്പി ആൻഡ് സ്ലോ ഡൗൺ ദ സിസ്റ്റം. അപ്പോൾ വേം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അത് റെപ്ലിക്കേറ്റ് ചെയ്യും. അത് പല അതിൻ്റെ കോപ്പീസ്, ഇപ്പോൾ 1000s or 100 ഒരുപാട് കോപ്പീസ് ആയിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെയുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ വൈറസിനെയാണ് എന്ത് പറയുന്നത്? വേം എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഏതെന്ന് പറയുന്നത്? വേംസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിനെ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ, ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള വൈറസ് അല്ല. ഇതെന്താണ്? ഇറ്റ് അപ്പിയേഴ്സ് ടു ബി യൂസ്ഫുൾ ആപ്ലിക്കേഷൻ ലൈക്ക് സ്ക്രീൻ സെർവർ. നമ്മുടെ നമ്മൾ സ്ക്രീൻ സെർവറൊക്കെ യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ക്രീൻ സെർവറായിട്ട് ഇത് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അട്രാക്ഷൻ തോന്നും. നമ്മളെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഹാക്കറിന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ അലോ ചെയ്തു കൊടുക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ചില ആപ്ലിക്കേഷൻ സ്ക്രീൻ സേവർ പോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനായിട്ട് നമുക്ക് തോന്നും. നമ്മളത് യൂസ് ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്തതിന് ശേഷം ഈ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ഫുള്ള് ആർക്ക് കൊടുക്കും? ഇത് ആരാണോ ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആരാണോ അയാൾക്ക് കൊടുക്കും. എന്നിട്ട് അയാളുടെ കയ്യിലായിരിക്കും പിന്നെ ആ കൺട്രോൾ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത്? ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്? നമ്മളെ ട്രസ്റ്റ് ചെയ്യിപ്പിക്കും, അതായത് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള നല്ലൊരു ഫയലാണെന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഫയൽസിനെയൊക്കെ ഇത് ഇൻഫെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? സ്പൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാൽവെയർ ഡൗൺലോഡഡ് ഓൺ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ത്രൂ ആൻ ഇമെയിൽ ഓർ ഡൗൺലോഡഡ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമെയിൽസ് ഒക്കെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇമെയിൽസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് വഴി നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന തരത്തിലുള്ള മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെയാണ് എന്ത് പറയുന്നത്? സ്പൈവേഴ്സ് എന്ന് പറയുന്നത്. മാൽവെയർ നമ്മൾ പറഞ്ഞു, മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മാൽവെയർ ആണ്. നമ്മൾ ഇമെയിൽസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വഴിയോ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുന്ന വഴിയോ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നുകൂടുന്ന തരത്തിലുള്ള മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ആണ് സ്പൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പൈവേഴ്സ് എന്താ ചെയ്യുന്നത്? സ്പൈവേഴ്സ് സ്കാൻ ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓട്ടോമാറ്റിക്കലി. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഹാർഡ്വെയർ ഉണ്ടല്ലോ, ഹാർഡ്വെയറിലാണ് നമ്മൾ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഹാർഡ്വെയറിനെ സ്കാൻ ചെയ്യും ആൻഡ് സെൻഡ് ദ കളക്റ്റഡ് ഇൻഫർമേഷൻ ടു ഇൻഡിവിജ്വൽ ഹു ക്രിയേറ്റഡ് സ്പൈവെയർ. എന്നിട്ട് നമ്മുടെ ഹാർഡ്വെയറിലുള്ള ഡേറ്റാസിനെ എല്ലാം ഈ സ്പൈവെയർ ആരാണോ ഡെവലപ്പ് ചെയ്തത് അയാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കും? ഹാൻഡ് ഓവർ ചെയ്യും അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് സ്പൈവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് ഇത്. നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഹാർഡ്വെയറിലുള്ള ഡേറ്റാസിനെ എല്ലാം കളക്ട് ചെയ്ത് ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കും. അതാണ് സ്പൈവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റാൻസം വെയർ ആണ്. റാൻസം വെയർ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? നമ്മൾ ക്രിമിനൽസ്, നമുക്കിപ്പോൾ ചില കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് മണി ആവശ്യപ്പെടത്തില്ലേ, അതുപോലെ ഉള്ള ഒരു എണ്ണമാണ് ഏതെന്ന് പറയുന്നത്? റാൻസം വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പോപ്പുലർ വേ ഓഫ് ഇൻ്റർനെറ്റ് ക്രിമിനൽസ് ടു മേക്ക് മണി. അതായത് ഇൻ്റർനെറ്റ് വഴി ക്രൈംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ആ ഇൻ്റർനെറ്റ് ക്രിമിനൽസിന് മണി, അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു വഴിയാണ് എന്തെന്ന് പറയുന്നത്? റാൻസം വെയർ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് മേക്സ് ദ
യൂസർ അണേബിൾ ടു ആക്സസ് ദ സിസ്റ്റം, ആ യൂസറിന് അയാളുടെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും. എങ്ങനെയാണ്? ഡിസ്പ്ലേയിങ് സം കൈൻഡ് ഓഫ് സ്ക്രീൻ ഡാമേജിങ് ആൻഡ് ആസ് പേയ്മെൻറ്റ്, അതായത് നമ്മുടെ സ്ക്രീനൊക്കെ ഡാമേജ് ആയ പോലെ അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സിസ്റ്റത്തിന് കൊണ്ടുവന്നിട്ട് അതെന്ത് ചെയ്യും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി അതിനെ മാറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആ സിസ്റ്റം പിന്നീട് യൂസ് ചെയ്യണമെങ്കിൽ ഇവരെന്ത് ചെയ്യും, പേയ്മെൻറ്റ് ആവശ്യപ്പെടും. നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ആ കമ്പ്യൂട്ടർ പിന്നെ അവർ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് അൺലോക്ക് ആവണമെങ്കിൽ നമുക്ക് അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെയാണ് റാൻസം വെയർസ് എന്ന് പറയുന്നത്. ഈ വാനാക്രൈ അതുപോലെ തന്നെ പെറ്റിയ എന്നൊക്കെ പറയുന്നത് ടൈപ്സ് ഓഫ് റാൻസം വെയർസിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത അഡ്വെയർ ആണ്. അഡ്വെയർ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് അഡ്വെയർ എന്ന് പറഞ്ഞാൽ? അഡ്വർടൈസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ പാക്കേജ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി റെൻഡർ അഡ്വർടൈസ്മെൻറ്റ് ടു ജനറേറ്റ് റവന്യൂ ഫോർ ഇറ്റ്സ് യൂസേഴ്സ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് വഴി എന്താണ് എൻ്റെ യൂസേഴ്സിന് റവന്യൂ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് ഏതെന്ന് പറയുന്നത്? അഡ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ കീലോഗേഴ്സ് എന്താണ്? കീലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ കീലോഗർ ക്യാൻ റെക്കോർഡ് ഇൻസ്റ്റൻറ്റ് മെസ്സേജ്, email and any information we type at any time using our keyboard. അപ്പോൾ കീലോഗേഴ്സ് കീബോർഡ് വഴി ഉള്ളതാണ്. എന്താ നമ്മളിപ്പോൾ കീലോഗേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ മെയിൽ അയക്കുക, നമ്മൾ എന്ത് നമ്മുടെ കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യുന്നോ ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയുള്ള എന്താണ് മാൽവെയർസ് ആണ് ഇതെന്ന് പറയുന്നത്, കീലോഗേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ആൻറ്റിവൈറസ്. ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ വൈറസ് പ്രോഗ്രാംസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ, അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു പ്രിവെൻറ്റ്, ഡിറ്റക്റ്റ് ആൻഡ് ഡിലീറ്റ് കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ വൈറസിനെ ഡിലീറ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാം നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളൊരു ആൻറ്റിവൈറസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തോ ഈ ആൻറ്റിവൈറസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വൈറസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ വൈറസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് ഒക്കെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് നമുക്ക് കാണിച്ചു തരും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, വൈറസിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അപ്പം ഈ വൈറസിനെയൊക്കെ ഒഴിവാക്കുന്ന, ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്, ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. ദ റീപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ആൻറ്റിവൈറസ് ആണ്. നമ്മൾ ആദ്യത്തെ വൈറസ് പഠിച്ചായിരുന്നു, ഏതാണ്? ക്രീപ്പർ എന്ന് പഠിച്ചു. അതുപോലെ ആദ്യത്തെ ആൻറ്റിവൈറസ് ആണ് ഏതെന്ന് പറയുന്നത്, ദ റീപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AVG, കാസ്പെർസ്കി, അവാസ്റ്റ്, അവേറ ഇതെല്ലാം എന്താണ്? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈ എക്സാമ്പിൾ മാത്രമല്ല, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന എക്സാമ്പിൾസ് എല്ലാം നോക്കി വെക്കുക. നമുക്ക് എക്സാമിന് ഏതാ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ആൻറ്റിവൈറസ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഇപ്പം AVG മെയിനായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. AVG, കാസ്പെർസ്കി, അതുപോലെ തന്നെ അവാസ്റ്റ്, അവേറയൊക്കെ എന്താണ്? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക്